ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതാവാൻ, അല്ലെങ്കിൽ ഞാൻ നല്ലതാണെന്ന് കാണിക്കാൻ. ഒരു പരിധിവരെ എൻ്റെ ഞായറാഴ്ചയുള്ള പള്ളിപ്പോക്ക്, അല്ലെങ്കിൽ ഭക്തകൃത്യങ്ങൾ ഞാൻ അഭ്യസിക്കുന്നത്, ചെയ്യുന്നത്, ജപമാല പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു പരിധിവരെ ഇങ്ങനെയായി മാറുന്ന സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം. പുറമേ അല്ല നമ്മളത് കാണിക്കേണ്ടത്, നമ്മുടെ അകം എന്ന് പറഞ്ഞാൽ മുഖം മനസ്സിൻ്റെ കണ്ണാടി അല്ലേ? ഹൃദയത്തിൽ നിന്ന്, അതും വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ എന്താണോ അതാണ് അതരത്തിലൂടെ വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നത്. വചനത്തിലൂടെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെയാണ്, നമ്മൾ പുറംഭാഗം അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന രീതിയിൽ ഭക്തകൃത്യങ്ങൾ പലതും ചെയ്തു പോകുന്നു. പക്ഷേ നമ്മുടെ ഉള്ള് അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം തരാൻ പറ്റില്ല. നമ്മൾ അത്തിവൃക്ഷത്തിൻ്റെ ആ ഭാഗത്ത് പിന്നെ വായിക്കണത്, ആ വൃക്ഷത്തെ തമ്പുരാൻ ശപിക്കുക അല്ലേ? ഫലം തരുന്ന കാലം അല്ലാതിരുന്നിട്ട് പോലും ഫലം ഉണ്ട് എന്ന രീതിയിൽ ജീവിച്ചതുകൊണ്ട്, നിന്നതുകൊണ്ട് അതിനെ തമ്പുരാൻ ശപിക്കുക ചെയ്യുന്നത്. അതിനൊരിക്കലും ഫലം ഉണ്ടാകരുത് എന്നാണ് തമ്പുരാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഇങ്ങനെ കപടതയോട് കൂടി നിറഞ്ഞതാവുമ്പോൾ നമ്മൾക്ക് തമ്പുരാനിൽ നിന്ന് അനുഗ്രഹം വരില്ല. അനുഗ്രഹത്തിന് പകരം എന്തുണ്ടായിരിക്കുക? അനർത്ഥങ്ങളായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വന്ന് സംഭവിക്കുക.